Hello and welcome back to another video on daily use sentences. ഈ സ്പോക്കൺ ഇംഗ്ലീഷ് സെന്റൻസസ് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. എനിക്കത് അത്രയ്ക്കങ്ങ് ഇഷ്ടപ്പെട്ടില്ല. ഐ ഡിഡ്ന്റ് ലൈക്ക് ഇറ്റ് that much എന്ന് പറഞ്ഞാൽ അത്രയ്ക്കങ്ങ്. ഐ ഡിഡ്ന്റ് ലൈക്ക് ഇറ്റ്, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അവൾ പോലും ഞാൻ പറഞ്ഞത് കേട്ടില്ല. ഈവൻ ഷീ ഡിഡ്ന്റ് ലിസൺ ടു മീ. അവൾ പോലും ഡിഡ്ന്റ് ലിസൺ ടു മീ. അതായത് ഞാൻ പറയുന്നത് അവൾ പോലും, ഈവൻ ഷീ ഡിഡ്ന്റ് ലിസൺ, കേട്ടില്ല. ഈവൻ ഷീ ഡിഡ്ന്റ്, അതായത് ഡിഡ് നോട്ട് ലിസൺ ടു മീ. അവൾ ഞാൻ പോലും കേട്ടില്ല. വേറെ പലരും പറഞ്ഞത് അവൾ കേട്ടില്ലെന്ന് മാത്രമല്ല, ഞാൻ പറഞ്ഞത് പോലും കേട്ടില്ല എന്നാണ് നമ്മളിവിടെ സ്ട്രെസ് ചെയ്യുന്നത്. ഷീ ഡിഡ്ന്റ് ലിസൺ ഈവൻ ടു മീ. ഇംഗ്ലീഷ് കോൺവെർസേഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇംഗ്ലീഷ് വാക്കുകൾ കൂട്ടിയോജിപ്പിച്ച് സെന്റൻസ് ഉണ്ടാക്കുക, ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആയിക്കോട്ടെ, അതെല്ലാം ശരിയാണ്. പക്ഷേ അവിടെ നമ്മൾ സ്ട്രെസ് ചെയ്യുന്ന വാക്ക് അല്ലെങ്കിൽ സ്ട്രെസ് ചെയ്യുന്ന ആ ഒരു സൗണ്ട് അല്ലെങ്കിൽ ഇൻറ്റൊനേഷൻ, പറയുന്ന ആ ഏറ്റക്കുറച്ചൽ, ഇതെല്ലാം ആ പറയുന്ന സെന്റൻസിന്റെ മീനിങ്ങിനെ ബാധിക്കും. ഓക്കെ, അപ്പോ നമുക്ക് ചില എക്സാമ്പിൾസ് നോക്കാം. അവളോട് ചോദിച്ചാലും അവൾ പറയില്ല. ഈവൻ ഇഫ് യു ആസ്ക് ഹർ ഷീ വോണ്ട് സേ. വോണ്ട്, WONT, ഇത് വിൽ നോട്ട് എന്നതിന്റെ ഷോർട്ട് ഫോം ആണ്. അപ്പോൾ ഷീ വിൽ നോട്ട് സേ എന്നതിന് പകരമായിട്ടാണ് നമ്മൾ ഷീ വോണ്ട് സേ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ അവളോട് ചോദിച്ചാലും അവൾ പറയില്ല. ഈവൻ ഇഫ് യു ആസ്ക് ഹർ ഷീ വിൽ നോട്ട് സേ അല്ലെങ്കിൽ ഷീ വോണ്ട് സേ. ഇതിനെ തന്നെ നമുക്ക് ഷീ വിൽ നോട്ട് സേ ഇറ്റ് ഈവൻ ഇഫ് യു ആസ്ക് ഹർ. അതായത് ഷീ വിൽ നോട്ട് സേ എന്നതിന് അവസാനവും കൊണ്ടുവരാം, അതല്ലെങ്കിൽ സെന്റൻസിന്റെ ആരംഭത്തിലും പറയാം നമുക്ക്. അപ്പോൾ ഷീ വിൽ നോട്ട് സേ, ഷീ വോണ്ട് സേ ഈവൻ ഇഫ് യു ആസ്ക് ഹർ. ചോദിച്ചാലും അവൾ പറയില്ല. ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമുക്ക് ഒന്ന് മാറ്റിപ്പിടിച്ചു നോക്കാം. നീ ചോദിച്ചാൽ പോലും അവൾ പറയില്ല. അതായത് മറ്റാര് ചോദിച്ചാലും പറയില്ല എന്ന് മാത്രമല്ല, നീ ചോദിച്ചാൽ പോലും അവൾ പറയില്ല. അപ്പൊ ഇവിടെ നമ്മൾ ആ നീ ചോദിച്ചാൽ പോലും എന്നതാണ് ഇമ്പോർട്ടൻസ്. ഈവൻ ഇഫ് യു ആസ്ക് ഹർ ഷീ വോണ്ട് സേ. ഇപ്പൊ നമ്മൾ യു ആസ്ക് ഹർ, ആ യു എന്ന വാക്കിനെ നമ്മൾ ഊന്നി പറയണം. ഓക്കെ, അല്ലാതെ വെറുതെ ഈവൻ ഇഫ് യു ആസ്ക് ഹർ ഷീ വോണ്ട് സേ എന്ന് പറഞ്ഞാൽ അവളോട് ചോദിച്ചാലും അവൾ പറയില്ല എന്ന മീനിങ് ആണ്. ഈവൻ ഇഫ് യു ആസ്ക് ഹർ ഷീ വോണ്ട് സേ എന്ന് സ്ട്രെസ് ചെയ്ത് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നീ ചോദിച്ചാലും അല്ലെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ പോലും അവൾ പറയില്ല. ഇതിനെ നമ്മൾ വേറൊരു രീതിയിലും നമുക്ക് ഈ സെന്റൻസ് ഉണ്ടാക്കാം. ഷീ വോണ്ട് സേ ഈവൻ ഇഫ് യു ആസ്ക് ഹർ. അപ്പോൾ ഇഫ് യു ആസ്ക് ഹർ എന്നതിനെ തുടക്കത്തിൽ പറയാം, അതല്ലെങ്കിൽ ലാസ്റ്റിലും പറയാം. ഈവൻ ഇഫ് യു ആസ്ക് ഹർ ഷീ വോണ്ട് സേ, അല്ലെങ്കിൽ ഷീ വോണ്ട് സേ ഇറ്റ് ഈവൻ ഇഫ് യു ആസ്ക് ഹർ. അപ്പൊ ഇവിടെ ആ യു എന്ന വാക്ക് സ്ട്രെസ് ചെയ്യുമ്പോഴും അല്ലാതെയും പറയുമ്പോൾ മീനിങ്ങിൽ വരുന്ന മാറ്റത്തെയാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്. എനിക്കത് മനസ്സിലാവുന്നില്ല, ഞാൻ ഇപ്പോഴും കൺഫ്യൂസ്ഡ് ആണ്. ഐ കാൺട്ട് അണ്ടർസ്റ്റാൻഡ് ഇറ്റ്, ഐ എം സ്റ്റിൽ കൺഫ്യൂസ്ഡ്. ഇപ്പോഴും കുഴപ്പത്തിലാണ്, അതായത് കൺഫ്യൂസ്ഡ് ആണ്. ഏത് പൊട്ടനും അത് മനസ്സിലാവും. എനി ഇഡിയറ്റ് will understand it. പൊട്ടൻ എന്ന് പറഞ്ഞാൽ ബുദ്ധി ഇല്ലാത്ത ഒരാൾ അല്ലെങ്കിൽ ഇഡിയറ്റ് എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ എനി ഇഡിയറ്റ്, ഏത് പൊട്ടനും will understand it, അത് മനസ്സിലാവും. ഇതിനെ നമുക്ക് ഒരു വേരിയേഷൻ നോക്കാം. ഒരു പൊട്ടന് പോലും അത് മനസ്സിലാവും. Even an idiot will understand it. അപ്പോൾ ഒരു പൊട്ടന് പോലും എന്നതിനെയാണ് നമ്മൾ
ഈവൻ എൻ ഇഡിയറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഒരു ഈവൻ എൻ ഇഡിയറ്റ് വിൽ അണ്ടർസ്റ്റാൻഡ്. അത് ഇപ്പോഴും എന്നെ കുഴക്കുന്ന കാര്യമാണ്. അത് ഇപ്പോഴും എന്നെ കുഴക്കുന്ന കാര്യമാണ്. ഇറ്റ് സ്റ്റിൽ കൺഫ്യൂസസ് മീ. ഇറ്റ് സ്റ്റിൽ കൺഫ്യൂസസ് മീ. ഇപ്പോഴും എന്നെ അത് കൺഫ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ് സ്റ്റിൽ കൺഫ്യൂസസ് മീ. അല്ലെങ്കിൽ ഇറ്റ് ഇസ് സ്റ്റിൽ കൺഫ്യൂസിങ് ടു മീ. ഇറ്റ് ഇസ് സ്റ്റിൽ കൺഫ്യൂസിങ് ടു മീ. അപ്പൊ രണ്ടിന്റെയും ആ ഒരു ചെറിയ വ്യത്യാസം നോക്കുക. ഇറ്റ് സ്റ്റിൽ കൺഫ്യൂസസ് മീ, അത് ഇപ്പോഴും എന്നെ കൺഫ്യൂസ് ചെയ്യുന്നു. ഇറ്റ് ഇസ് സ്റ്റിൽ കൺഫ്യൂസിങ് ടു മീ. നീ അവളോട് എങ്ങനെ എന്ന് ചോദിച്ചോ. നീ അവളോട് എങ്ങനെ എന്ന് ചോദിച്ചോ. ഡിഡ് യു ആസ്ക് ഹർ ഹൗ? ഡിഡ് യു ആസ്ക് ഹർ ഹൗ? ഹൗ എങ്ങനെ. ഡിഡ് യു ആസ്ക് ഹർ, നീ അവളോട് എങ്ങനെ എന്ന് ചോദിച്ചോ. ഈ ഹൗവിന് പകരം നമുക്ക് മറ്റ് വാക്കുകൾ റീപ്ലേസ് ചെയ്ത് നോക്കാം. ഡിഡ് യു ആസ്ക് ഹർ വെൻ? അപ്പോ വെൻ എന്ന് പറഞ്ഞാൽ എപ്പോൾ. അപ്പോ നീ അവളോട് എപ്പോൾ എന്ന് ചോദിച്ചോ. ഡിഡ് യു ആസ്ക് ഹർ വെൻ? അതേപോലെ ഡിഡ് യു ആസ്ക് ഹർ വേർ? എവിടെ എന്ന് നീ അവളോട് ചോദിച്ചോ. ഡിഡ് യു ആസ്ക് ഹർ വേർ? അല്ലെങ്കിൽ ഡിഡ് യു ആസ്ക് ഹർ വാട്ട്? എന്താണെന്ന് നീ അവളോട് ചോദിച്ചോ. ഡിഡ് യു ആസ്ക് ഹർ വാട്ട്? ഇവിടെ നമ്മൾ അവൾ എന്നതിന് പകരം അവൻ അല്ലെങ്കിൽ അവനോട് എന്നാണെങ്കിൽ ഡിഡ് യു ആസ്ക് ഹിം അങ്ങനെ ചോദിക്കാം. ഓക്കെ, അല്ലെങ്കിൽ അവരോട് ചോദിച്ചു എന്ന് പറയണമെങ്കിൽ ഡിഡ് യു ആസ്ക് ദെം. ഓക്കെ, അപ്പോൾ താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. ലെസൺ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.